കലിപ്പൻ മുതലാളിയുടെ പാവം വേലക്കാരി. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പ്രഭാതത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിൽ രാഹുൽ തന്റെ ബാൽക്കണിയിൽ നിന്നും വ്യായാമ മുറികളിൽ മുഴുകും. നാട്ടുകാരെ കാണിക്കാനുള്ള അടവായിരുന്നുവെങ്കിലും സ്ഥിരമായി രാവിലെ എഴുന്നേറ്റുടനെ കുറച്ച് കസർത്ത് പതിവാക്കിയത് കുറച്ച് ഗുണമുണ്ടായി. ദേഹത്ത് വേണ്ടിയിടത്ത് അങ്ങിങ്ങായി മസിലുകൾ ഉരുണ്ടു വന്നു. അന്നും പതിവ് കലാപരിപാടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ശരീരത്തിൽ നിന്നായി ഗ്ലോയിങ് ഓയിൽ പുരട്ടി വ്യായാമത്തിൽ ഏർപ്പെട്ടു. തന്റെ ശരീരഭംഗി ആസ്വദിച്ച് അങ്ങനെ കണ്ണാടിയിൽ നോക്കും. അവന്റെ സുദൃഢമായ ശരീരം, പ്രത്യേകിച്ച് ആ സിക്സ് പാക്ക് മസിലുകൾ, ആ പ്രഭാത സൂര്യന്റെ ഓരോ കിരണത്തിലും തിളങ്ങി പ്രകാശിച്ചു. ഓരോ ചലനത്തിലും ആ കരുത്ത് പ്രകടമായിരുന്നു. ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് കുശുമ്പിന്റെ ഒരു നെടുവീർപ്പോടെ ഒരു പെൺകുട്ടി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ബാൽക്കണിയോടനുബന്ധിച്ചാണ് അവളുടെ ബെഡ്റൂം. അവൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വാതിൽ തുറന്നു വെക്കുക പതിവാണ്. രാവിലെ ബെഡ്റൂമിന്റെ ബാൽക്കണിയും അതിനോട് എതിർവശത്താണ്. അതുകൊണ്ട് തന്നെ പരസ്പരം കാണുമ്പോൾ അവനെന്തെങ്കിലും ഗോഷ്ഠി കാണിച്ച് അവളെ ദേഷ്യപ്പെടുത്തും. പെട്ടെന്ന് രാവിലെ അവളെ നോക്കിയെന്ന് കണ്ണിറുക്കി കാണിച്ചു. ആ നോട്ടത്തിന്റെ തീവ്രതയിൽ അവൾ വല്ലാതെ പകച്ചുപോയി. ആ ആകാംക്ഷയും ഭയവും മറച്ചു വെക്കാൻ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. പോടാ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി. രാവിലെ അത് കണ്ട് ചിരിച്ചു. പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയുടെ കിഴക്ക് ഭാഗത്ത് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന രാഹുലിന്റെ ആഡംബര വീട്. ആ വീടിന്റെ വിശാലമായ വരാന്തകളും പൂന്തോട്ടത്തിന്റെ സുഗന്ധവുമെല്ലാം ഒരു പ്രത്യേകമായ ശാന്തത സമ്മാനിക്കുന്നതായിരുന്നു. രാഹുലിന്റെ അച്ഛൻ സുധാകരൻ മുതലാളി വിദേശത്താണ്. അയാൾക്ക് അവിടെ ബിസിനസ്സാണ്. രാഹുലിന്റെ അമ്മ സതീദേവി ഉത്തമയായ ഒരു വീട്ടമ്മയാണ്. രാഹുലിനോടൊപ്പം അമ്മ കൂടാതെ വയസ്സായ ഒരു അമ്മൂമ്മയും പിന്നെ ഒരു പ്രായം ചെന്ന വേലക്കാരിയുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ ഭക്ഷണ കാര്യത്തിലും പിന്നെ വീട്ടു ജോലിയിലും രാഹുലിന്റെ അമ്മയെ സഹായിക്കുന്ന ഈ വേലക്കാരി ശങ്കമ്മയാണ്. ഇതിനിടയിൽ അമ്മമ്മയും പരിചരിക്കേണ്ട ചുമതലയും ശങ്കമ്മയ്ക്കാണ്. എന്ന് രാവിലെയും വൈകിട്ടും അമ്മമ്മയ്ക്ക് രണ്ടുനേരം കുഴമ്പ് തേച്ചുകൊണ്ടുള്ള ചുടുവെള്ളത്തിൽ കൂടി ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അന്ന് രാവിലെ ആ വീടിന്റെ ഔട്ട് ഹൗസിലുള്ള അടുക്കളയിൽ തട്ടുമ്പുറത്ത് നിന്ന് വിറകെടുക്കാൻ ഏണി വെച്ച് കയറിയ ശങ്കമ്മയുടെ കാലുകൾ ഏണിപ്പടവിൽ നിന്നും വഴുതി ചക്ക വീഴും പോലെ നിലത്തേക്ക് വീണു. കൂടെ ഏണിയും. അയ്യോ അമ്മേ, എന്റെ കാലൊടിഞ്ഞ് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ എന്ന ശങ്കമ്മയുടെ നിലവിളി ആ വീടിന്റെ നിശബ്ദയെ കീറി മുറിച്ചു. അലച്ചു കേട്ടെന്നോ അത്യാഹിതം സംഭവിച്ചു എന്ന് കരുതി ബാൽക്കണിയിൽ നിന്ന് രാഹുൽ താഴത്തെ ഔട്ട് ഹൗസിലേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. ശങ്കമ്മ ഏണിക്കടിയിൽ പെട്ട് കിടക്കുന്നു. ഇത്രയും കനമുള്ള ഏണി കിടക്കുന്നു. എങ്ങനെ ഇവിടെ മേൽ വന്നു? അയ്യോ ശങ്കമ്മച്ചി, എന്തുപറ്റിയതാ? മോനെ, ഞാൻ വിറകിടക്കുമ്പോ ഏണിന്ന് കാല് തന്നെ വീണുപോയി. കൂടെ ഏണി എന്റെ മേൽ വന്ന് പതിച്ചു. ശ്രദ്ധിക്കേണ്ട ശങ്കമ്മച്ചി, ഇവിടെ ഒരാൾ പിടിക്കാതെ ഏണി വെക്കാൻ പറ്റില്ല. ഇതിന്റെ തറ ടൈലല്ലേ, സ്ലിപ്പാവും. അവനവരുടെ മേലിൽ നിന്ന് ഏണി എടുത്തു മാറ്റി. അവരെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് വേദന കാരണം കാലുകുത്തി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കഷ്ടം, എന്നോട് ഞാൻ തോന്നുന്നു ഈ വയസ്സുകാലത്ത് ഏണിയിൽ വലിഞ്ഞേറിനായിരുന്നോ? എന്നോട് പറഞ്ഞ പോരെ, ഞാൻ എടുത്തില്ലേ? രാഹുൽ അവരുടെ ദയനീയാവസ്ഥ സങ്കടത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മുറ്റത്തുണ്ടായിരുന്ന സതീദേവി അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, നേണ്ട ശങ്കമ്മച്ചി കോണിന്ന് വീണു. മൂടിഞ്ഞ തള്ളയുടെ ഒരു ചുടുവെള്ളം. ശങ്കമ്മ, നിങ്ങൾ എന്നാ വിവരക്കേട കാണിച്ച് എന്നെ വിളിക്കേണ്ട ഏണി വെക്കുമ്പോ ഈ വയസ്സാങ്കാലത്ത് എല്ലൊടിഞ്ഞ് വെക്കണമായിരുന്നോ? മോനെ രാവിലെ, നീ കാറെടുക്ക്, ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകണം. സതീദേവി മോനോടായി പറഞ്ഞു. ഒരു മിനിറ്റ് അമ്മേ, ഞാനൊന്ന് ഡ്രസ് ചെയ്തോട്ടെ. രാഹുൽ പെട്ടെന്ന് അവന്റെ ബെഡ്റൂമിലേക്ക് ഓടി. സതീദേവി രാഹുലിന്റെ സഹായത്തോടെ അവരെ താങ്ങിയെടുത്ത് കാറിൽ കയറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എക്സ്റേയും സ്കാനിങ്ങും ചെയ്ത ശേഷം ഡോക്ടർ അതിന്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് പറഞ്ഞു, കാലൊടിഞ്ഞിട്ടുണ്ട്, ബാൻഡേജ് ചെയ്ത് വിശ്രമം അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിൽ നിന്നും കാലിൽ ബാൻഡേജ് ഇട്ട ശങ്കമ്മയെ രാഹുലും സതീദേവിയും ചേർന്ന് വീട്ടിൽ കൊണ്ടുപോയി. അവർ ശങ്കമ്മയ്ക്ക് 2 മാസത്തേക്കുള്ള മരുന്നുകളും മറ്റും വാങ്ങി. കൂടാതെ ആശുപത്രി ചെലവുകളും പിന്നെ എക്സ്ട്രാ വന്ന ചെലവുകളെല്ലാം കൊടുത്തു. പിന്നെ കയ്യിൽ കുറച്ച് കാശു ഏൽപ്പിച്ചു. പെട്ടെന്ന് സുഖാവും ശങ്കമ്മച്ചി, വിഷമിക്കണ്ട, ഇടയ്ക്ക് ഞാൻ വരാം, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. സതീദേവി അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു. നമ്മുടെ വീട്ടിലെ ജോലിക്കിനി എന്ത് ചെയ്യും? രാഹുൽ അമ്മയോട് ചോദിച്ചു. മോനെ, ശങ്കമ്മ സുഖമായിട്ട് വരാൻ കുറെ ദിവസം പിടിക്കല്ലോ, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. വീട്ടിലെ ജോലിക്കുള്ള ആൾക്കാരെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ജോലിക്കായി ഇനി താനില്ലാത്തതുകൊണ്ട് ആവലാതിപ്പെടുന്ന അവരോട് ശങ്കമ്മ പറഞ്ഞു. അപ്പൊ തന്നെ രാഹുൽ ചോദിച്ചു, നമ്മുടെ വീട്ടിലെ ജോലികൾക്കായിട്ട് നല്ല ഉത്സാഹം ഏതെങ്കിലും പെൺകുട്ടിയെ കിട്ടുമോ? ശങ്കമ്മച്ചിയുടെ അറിവിലുണ്ടോ? ഉണ്ടെന്നേ, ആളെ കിട്ടും. എവിടുന്ന്? സതീദേവി ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പോൾ ശങ്കമ്മ വളരെ സന്തോഷത്തോടെയും നന്ദിയോടെയും പറഞ്ഞു, എൻ്റെ മകള് വിമലയുടെ മകൾ ലക്ഷ്മി ഇപ്പൊ പഠിത്തം കഴിഞ്ഞ് വീട്ടിലുണ്ട്, അവളെ ഞാൻ വിട്ടുതരാം. അപ്പോൾ സതീദേവി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവളോട് നാളെ തന്നെ വരാൻ പറഞ്ഞേക്കൂ. വീട്ടിൽ പിടിപ്പതി ജോലിയില്ലേ, എല്ലാം മുടങ്ങിക്കിടക്കുകയാണല്ലോ. ഒക്കെ ഇന്ന് ഒരുപാട് അലക്കാനും മറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മുടങ്ങി. ശരി ശങ്കമ്മച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ അമ്മ ശങ്കമ്മ വീണ് കാലൊടിഞ്ഞ വിവരം അറിഞ്ഞ് മകൾ വിമല വന്നു. അമ്മയുടെ അവസ്ഥ കണ്ട് വിമലയ്ക്ക് വിഷമമായി. വിമല വേറെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ല. അമ്മച്ചി എന്നാ വിവരക്കേടായി പറയുന്നത്? അവള് കോളേജുകാരിയല്ലേ, അവൾ ഈ ജോലിക്ക് അയക്കാനാണ് ഇത്രയും പഠിപ്പിച്ച്
ഞാൻ ഇന്നുവരെ ജോലി ചെയ്യുന്ന വീട്ടിൽ പോലും അവളെ കൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജോലിയൊന്നും അറിയാതെ ഒരു വീട്ടിൽ ജോലിക്ക് അയക്കും? ആര് പറഞ്ഞു? അവൾക്ക് എല്ലാ ജോലി അറിയാം, ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അവളൊരു വീട്ടു ജോലിക്കാരായിട്ട് പോകുന്ന അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? ആ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ അവൾ പോകും, എനിക്ക് ഉറപ്പുണ്ട്. നീ ചോദിച്ചു നോക്ക്. വേണ്ട അമ്മച്ചി, ഞാൻ ചോദിച്ചു നോക്കാം. അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അയക്കില്ല കേട്ടോ. ചോദിച്ചു നോക്ക്. അവളുടെ താല്പര്യം അറിയാൻ നീ എന്തിനാ വായിട്ടിളക്കുന്നത്? ചോദിക്കാം. അവൾക്ക് സമ്മാനം ഞാൻ പിന്നെ എതിർപ്പൊന്നും പറയില്ല. അങ്ങനെ മകൾ ലക്ഷ്മിക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മച്ചിയുടെ അടുക്കള ജോലിയുള്ള ഒഴിവിലേക്ക് കുറച്ചു ദിവസം മകൾ ലക്ഷ്മി അയക്കാൻ വിമല തീരുമാനിച്ചു. വെക്കേഷൻ ലീവിൽ വീട്ടിലിരിക്കാൻ ലക്ഷ്മി. വിമല ആ കാര്യം മോൾ ലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. വലിയമ്മച്ചി ജോലി ചെയ്യുന്ന വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല താല്പര്യവും കൂടി ഉണ്ടായി. ആഹാ, കൊള്ളാലോ, വലിയമ്മച്ചിക്ക് എങ്ങനെ പേരക്കുട്ടിയുടെ മനസ്സറിഞ്ഞു? വിമലക്ക് അത്ഭുതം തോന്നി. പാരമ്പര്യമായി അടുക്കള ജോലിക്ക് പോകുന്ന കുടുംബമാണെങ്കിലും ശങ്കമ്മയുടെ മകൾ ലക്ഷ്മിയെ ഇന്നുവരെ ഒരു വീട്ടിലും വീട്ടു ജോലിക്ക് അയച്ചിട്ടില്ല. സാധാരണ ഒരു ആവറേജ് പെൺകുട്ടിയുടെ സംസ്കാരമല്ല അവളിൽ ജന്മനാ പ്രകടമാവുന്നത്. കുഞ്ഞുനാളിൽ നല്ല ബുദ്ധിശക്തിയും കഴിവും പഠിക്കാൻ മിടുക്കിയുമാണ് അവൾ. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ അനായാസനം ജയിച്ചു കയറി അവളിപ്പോൾ ഉന്നത വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ്. അവൾ പഠനം തുടരുന്നതോടൊപ്പം വലിയമ്മച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും താൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ വിമലയും ആദ്യം നമ്പരുന്നു പോയെങ്കിലും പിന്നെ സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ശങ്കമ്മയ്ക്ക് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സ് അവർക്കറിയാം. വാതിൽ കോളിംഗ് ബെല്ലിന്റെ മണിനാദം കേട്ട് രാഹുൽ വേഗം ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിന്ന് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന അത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. പ്രകാശിക്കുന്ന അവളുടെ മുഖവും രാജകീയമായ ആകാരവടിവും രാഹുലിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ ആൾക്കാരാണെന്ന് വന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൻ കരുതിയത്. ആരമോളെ ഈ നേരത്ത്? ഞാൻ ലക്ഷ്മി എന്നാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആളുടെ പേര് ലക്ഷ്മിയാണെന്ന് കേട്ട് രാഹുൽ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ മനസ്സിൽ ഇത്രയും സൗന്ദര്യമുള്ളതുകൊണ്ട് മഹാലക്ഷ്മി എന്ന് കരുതുമ്പോൾ നീ ലക്ഷ്മി എന്ന് പറഞ്ഞ് എന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ എന്ന് രാഹുൽ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് സതീദേവി അങ്ങോട്ടേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടത് അവർ ചോദിച്ചു, ആരാ നീ? അവൾ രാഹുൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ലക്ഷ്മി. ഇവളുടെ രൂപം കണ്ടപ്പോൾ ഞാൻ മഹാലക്ഷ്മിയാണെന്ന് മനസ്സിൽ ചിന്തിച്ചേ ഉള്ളൂ. അവൾക്ക് അവളുടെ രൂപത്തിനനുസരിച്ച് പേരിട്ടിരിക്കുന്നു. അമ്മ, ഞാൻ ശങ്കമ്മ വലിയമ്മച്ചി പറഞ്ഞിട്ടാ വന്ന്. അമ്മൂമ്മക്ക് വരെ ഇവിടുത്തെ ജോലി എടുക്കാൻ വേണ്ടി. ഓ, ശങ്കമ്മച്ചി അയച്ചിട്ട് വന്നതാണോ? എടാ മോനെ, ഇത് ശങ്കമ്മയുടെ ബന്ധുവായ പെൺകുട്ടിയാ. ഇവിടെ വീട്ടു ജോലിക്ക് വന്നാ. നമ്മൾ ശങ്കമ്മച്ചിയോട് പറഞ്ഞിരുന്നില്ല ഒരാളെ വിടണമെന്ന്. ഓ സോറി ലക്ഷ്മി, ഞാൻ വിചാരിച്ചു. എന്താ വിചാരിച്ചേ? മനസ്സിലായി. പഴയ തുണിയും പൈസയും വാങ്ങിക്കാൻ വന്ന വല്ല ബംഗാളി പെൺകുട്ടിയാണെന്ന് കരുതിയല്ലേ? അത്രയും തമാശിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ലക്ഷ്മി തുറന്നടിച്ച പോലെ ചോദിച്ചു, വാ മോളെ, അകത്തേക്ക് വാ. അതിനുശേഷം സതീദേവി ലക്ഷ്മിയെ വിളിച്ച് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശങ്കമ്മച്ചിക്ക് എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. ആൾ അവിടെയുള്ള ഉപകരണങ്ങളായ ഗ്രൈൻഡർ, മിക്സി, വാഷിംഗ് മെഷീൻ എന്നിവയും സോഡാ സർവത്തും മറ്റുണ്ടാക്കാൻ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. തുടർന്ന് അവൾ താമസിക്കേണ്ട മുറിയും കാണിച്ചു കൊടുത്തു. ലക്ഷ്മി തന്റെ ബാഗും എടുത്ത് മുറിയിലേക്ക് പോയതിനു ശേഷം വീട്ടു ജോലിക്കാരുടെ വേഷമണിഞ്ഞ് തിരിച്ച് കിച്ചണിലേക്ക് വന്നു. കുളിയും വ്യായാമവും കഴിഞ്ഞ രാഹുൽ വിശന്ന് തളർന്നിരിക്കുമ്പോൾ ലക്ഷ്മി അവനെ പ്രഭാത ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഡൈനിങ് ടേബിളിൽ നിന്ന് രാഹുലിന് ലക്ഷ്മി ചൂടുള്ള ഭൂരിയും ബാജിയും ഒപ്പിഡ്ലിയും സാമ്പാറും വിളമ്പി. ആദ്യത്തെ വിഭവം കഴിച്ചപ്പോൾ തന്നെ രാഹുലിന് വായിൽ രുചിയുടെ അത്ഭുതം നിറഞ്ഞു. ഇതുവരെ ഞാൻ കഴിച്ച ഫുഡാണോ എന്ന് പോലും തോന്നിപ്പോകുന്നല്ലോ. എന്തൊരു രുചിയാണിത്! അത്ഭുതം കൊണ്ട് അവൻ കണ്ണുകൾ വിടർത്തി പറഞ്ഞു. പിന്നെ ആർത്തിയോടെ വയറ് നിറയെല്ലാം കഴിച്ചു. ഇത് കണ്ട സതീദേവി പറഞ്ഞു, നീ ഇത്രയും കഴിക്കാറില്ലല്ലോടാ, എന്തു പറ്റി? രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എങ്ങനെ കഴിക്കാതിരിക്കാനമ്മേ, നാവ് വിടണ്ടേ? ഇതുവരെ കിട്ടിയത് ഒരുമാതിരിപ്പെട്ട ഫുഡായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പകുതി കൃത്യം എണീറ്റ് ഹോട്ടലിൽ പോയി കഴിക്കുന്നത്. അത്രക്കും കേമാണോ ലക്ഷ്മി ഉണ്ടാക്കിയ ഭക്ഷണം? ഞാൻ കഴിച്ചു നോക്കട്ടെ. കസേര വലിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് സതീദേവി ലക്ഷ്മി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കി. ലക്ഷ്മിയുടെ മാന്ത്രിക കൈപുണ്യം അവരെയും വീഴ്ത്തി. അവരത് ശരിവെച്ചു. ശരിയാ, നല്ല അടിപൊളി രുചി. അന്ന് രാത്രി സതീദേവി തന്റെ മൊബൈൽ ഫോണിൽ ഗൾഫിലുള്ള ഭർത്താവ് സുധാകരനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദത്തിൽ അന്ന് പതിവിലേറെ ആത്മവിശ്വാസം, സ്നേഹവും ഉണ്ടായിരുന്നു. സുധാകരേട്ടാ, നമുക്കൊരു അടിപൊളി കിച്ചൺ സർവന്റിനെ കിട്ടി. ആണോ? നന്നായി. ഇല്ലെങ്കിൽ രാഹുൽ നിന്റെ പാചക പരീക്ഷണത്തിൽപ്പെട്ട് മെലിഞ്ഞു പോയേനെ. സുധാകരേട്ടാ, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അന്ന് ശങ്കമ്മക്ക് സംഭവിച്ച അപകടം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ സമയം ഏട്ടനടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ സാന്നിധ്യം എനിക്ക് എത്രമാത്രം ആശ്വാസമാവുകയായിരുന്നു. ആ ഔട്ട് ഹൗസിൽ അടുക്കളയിൽ ചെറിയൊരു സ്റ്റെയർ കേസ് സ്ഥാപിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഏണി വെക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ടൈലും ഗ്രാനൈറ്റും മാർബിളൊക്കെ ഏണി വെച്ച് കയറുമ്പോൾ പലപ്പോഴും തെന്നിമാറുന്ന സ്വാഭാവിക. നീ വിഷമിക്കാതി, ഇപ്രാവശ്യം ഞാൻ വന്ന അവിടെ ഒരു സ്റ്റെയർ കേസ് പണിയുന്നേ. ആട്ടെ, പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയുന്നുണ്ടോ? സതീദേവി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഉണ്ടോ എന്നോ? അവള് പാചകറാണിയല്ലേ, സൂപ്പർ. നമ്മളെ രാവിലെ പോലും ഒന്ന് വേസ്റ്റ് ആക്കിയതേ അവൾ ഉണ്ടാക്കിയെല്ലാം കഴിച്ചു തീർക്കുന്നത്. വളരെ ഉത്സാഹമുള്ളൊരു കുട്ടിയാ ശങ്കമ്മ അയച്ചെന്ന്. അത് ശങ്കമ്മയുടെ മകൾ വിമലയുടെ മകളാ ലക്ഷ്മി. അവൾ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെയാ താമസം. അതേസമയം രാഹുൽ ഉറക്കം വരാതെ തന്റെ ബെഡ്റൂമിൽ റീൽസ് കണ്ട് സമയം ചെലവഴിക്കുകയാണ്.
ശംഖമുണ്ടാകുമ്പോൾ എപ്പോഴും അവന്റെ ബെഡ്റൂമിൽ രാത്രിയിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വെക്കാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായതല്ലേ, അവൻ തന്നെ ചെന്ന് എടുത്തു വയ്ക്കുകയാണ് പതിവ്. അവൻ ജഗ്ഗുമായി താഴെ എത്തി. കിച്ചനോട് ചേർന്നുള്ള ലക്ഷ്മിയുടെ മുറിയിൽ വെളിച്ചം കാണുന്നുണ്ട്. കതക് ചാരിയിട്ടില്ല. അവൻ അങ്ങോട്ട് നടന്നു. നിലക്കണ്ണാടിക്കുമ്പിൽ മുടി ചീകിയൊതുക്കിയാണ് അവൾ. അവൻ പതുക്കെ കതകിന് തട്ടി. ലക്ഷ്മി പേടിച്ചു പോയി. അവൾ പെട്ടെന്ന് വാതിലിനടുത്തേക്ക് എത്തി. ആ മോളെ, ലക്ഷ്മി ഞാനാ. മോളെ ഉറങ്ങിയില്ലേ? കിച്ചണിൽ അല്പം ജോലി ഉണ്ടായിരുന്നു, അതും കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താ സർ, എന്താ വേണ്ടത്? ഞാനിത്തിരി വെള്ളം എടുക്കാൻ വന്നാ. ശംഖമിച്ചി ഒന്നും വെള്ളം കൊണ്ട് വെക്കാറുണ്ട് ബെഡ്റൂമിൽ. പിന്നെ ലക്ഷ്മിക്ക് പറ്റുമെങ്കിൽ എന്നും ഇത്തിരി വെള്ളം എടുത്ത് വെച്ചെങ്ങനെ രാത്രിയിൽ? ശരി സർ. ലക്ഷ്മി തലയാട്ടി. അതിനുശേഷം രാഹുൽ പോയി. ലക്ഷ്മി വേഗം റൂമിന്റെ വാതിലടച്ച് സുരക്ഷിതമായി കിടന്നുറങ്ങി. ഒരു പ്രഭാതത്തിന്റെ ശാന്തതയെ കീറി മുറിച്ച് രാഹുലിന്റെ മുറിക്കകത്തു നിന്ന് പെട്ടെന്നൊരു ഭയാനകമായ ശബ്ദം ഉയർന്നു. ട്രെഡ്മില്ലിന്റെ വേഗത അനിയന്ത്രിതമായി കൂടി. നിശ്ചലമാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ഉച്ചത്തിൽ അലറി വിളിച്ചു. ആ നിലവിളി കേട്ട ലക്ഷ്മി അടുക്കളയിൽ നിന്നും വെപ്രാളത്തോടെ മുകളിലത്തെ നിലയിലേക്ക് ഓടിയെത്തി. അവിടെ ട്രെഡ്മില്ലിന്റെ വേഗത മണിക്കൂറിൽ 110 കിലോമീറ്റർ ആയിട്ട് അവൾ കണ്ടു. രാഹുലിന്റെ കാലിൽ ട്രെഡ്മിൽ ഫ്ലോറിൽ കുത്താൻ സമയം കിട്ടുന്നില്ല. അവൻ ഹുസൈൻ ബോൾട്ടിനെ പോലെ ഓടുകയാണ്. ആൾ ഒട്ടും സമയം കളയാതെ വേഗത കുറച്ച് അത് 0 അങ്ങനെ രാഹുൽ അപകടത്തിൽ നിന്നൊരു കണക്കിന് രക്ഷപ്പെട്ടു. അവൻ ഒരുപാട് നേരം കിതച്ചുകൊണ്ട് തന്റെ ശരീരനില വീണ്ടെടുത്തു. തന്റെ ജീവൻ രക്ഷിച്ച ലക്ഷ്മിയെ അവൻ സ്നേഹാർദ്രമായ കണ്ണുകളോടെ നോക്കി. മോളെ, നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്ന് പറഞ്ഞ് അവനവളെ സങ്കടത്തോടെ അതിലേറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഈ സംഭവം അവളിൽ രാഹുലിനോടുള്ള സ്നേഹം കൂടുതൽ ശക്തമാക്കിയതുപോലെ അവളിൽ നിന്ന് ജീവൻ രക്ഷിച്ച ആ സാന്നിധ്യം രാഹുലിന്റെ മനസ്സിലും അവളോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹമുണർത്തി. ആ സമയത്ത് നന്ദിയും ആ ഒരുമയും അവന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഒരു ഇഷ്ടം വളർത്തിയെടുക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പ്രഭാതത്തിന്റെ മാറോടണഞ്ഞ് വീണ്ടും സൂര്യൻ ആകാശത്തുദിച്ചു. രാഹുൽ അന്ന് രാവിലെ കാർ പോർച്ചിൽ നിന്ന് തന്റെ കാർ കഴുകാനായി പുറത്തെടുത്തു. സുന്ദരവാഹനത്തിന് രാഹുൽ ഒരു പുത്തൻ കുളിയൊരുക്കി. മിനുസപ്പെടുത്തിയ ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് പരിശോധിച്ചപ്പോൾ അവന്റെ മനസ്സ് വല്ലാത്തൊരു അഭിമാനത്താൽ നിറഞ്ഞു. കാരണം അവനോടിക്കുന്ന മഹീന്ദ്രയുടെ റോക്സ് താറാണ്. പെട്ടെന്ന് അവനൊരു കോൾ വന്നു. അതിൽ സംസാരിച്ചുകൊണ്ട് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ചു സമയം സംസാരിച്ച ശേഷം കോൾ കട്ട് ചെയ്തുകൊണ്ട് ബൈക്ക് കഴുകാനായി ബൈക്കുമായി അവൻ പൈപ്പിനടുത്തേക്ക് നീങ്ങി. ബൈക്ക് കഴുകുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നു. അശ്രദ്ധയുടെ ഒരു നിമിഷത്തിൽ നിർത്തിയിട്ടിരുന്ന കാറ് ന്യൂട്രൽ കിടന്ന് പതുക്കെ മുന്നോട്ട് ഉരുളാൻ തുടങ്ങി. ആ വലിയ വാഹനം ഉരുണ്ടുരുണ്ട് രാഹുലിന്റെ അവന്റെ ബൈക്കിനെ നേരെ വരുന്നവൻ കണ്ടില്ല. അവനിടിച്ച് തെറിപ്പിക്കാൻ പാകത്തില് കാറ് പതിയെ മുന്നോട്ട് നീങ്ങിയായിരുന്നു. ഇതെല്ലാം കണ്ട് കിച്ചണിൽ നിന്ന് ലക്ഷ്മി ഓടി വന്നു. വേഗത്തിൽ കാറിന്റെ ഡോറിന്ന് അവൾ അതിനകത്തേക്ക് കയറി ബ്രേക്ക് ചവിട്ടിയെ നിർത്തി. അപ്പോഴാണ് രാഹുൽ മനസ്സിലാക്കിയത് താൻ ആ കാറിന്റെ അടിയിൽപ്പെട്ടു പോകുമായിരുന്നുവെന്ന്. ലക്ഷ്മി, തക്ക സമയത്ത് നീ വീണ്ടും എന്നെ രക്ഷിച്ചു. നീ എന്റെ രക്ഷയാണെന്നതിൽ സംശയമില്ല കേട്ടോ. അശ്രദ്ധമായിട്ട് അവരെ കുരുത്തക്കേടുകൾ ഒപ്പിക്കുമ്പോൾ നോക്കണം. എപ്പോഴും എനിക്ക് അങ്ങനെ സൂപ്പർമാനെ പോലെ വന്ന് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ലക്ഷ്മി അല്പം ഗർവിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കാമേ. 2 എണ്ണമായി. ഇനി 3ാമത്തെ എന്താണാവോ? അയ്യോ, അങ്ങനെയുണ്ടോ? പറഞ്ഞ് പേടിപ്പിക്കലോ വെച്ചേ. ഉണ്ട്, 3ാമത്തേതാണ് തീരുക. അയ്യോ, ആര്? ഞാനാണ് തീരുക? ഏയ് അതല്ല, അപകടം തീരുക എന്നാ പറഞ്ഞ്. അപ്പോഴേ 3ാമത്തെ ഒന്ന് പ്രതീക്ഷിക്കണമല്ലേ? അതിന് മറുപടി അറിയാതെ എന്തോ ഓർത്ത പോലെ അയ്യോ എന്റെ പാല് എന്ന് പറഞ്ഞ് ലക്ഷ്മി തലയിൽ കൈവച്ചുകൊണ്ട് കിച്ചണിലേക്ക് ഓടി. അയ്യോ അമ്മേ! കിച്ചണിലെത്തിയ ലക്ഷ്മിയുടെ അറച്ചിയാണ് രാഹുൽ കേട്ടത്. ലക്ഷ്മി കിച്ചണിൽ നിന്ന് ഓടി വന്നപ്പോൾ അറിയാതെ പാൽ അടുപ്പിൽ നിന്ന് തിളച്ചു മറിഞ്ഞ് സ്റ്റൗവിലേക്ക് തൂവിയിരുന്നു. ആ തിരക്കിനിടയിൽ സ്റ്റൗവിലെ ജ്വാല അണഞ്ഞു പോയതും ഗ്യാസ് ലീക്കാകാൻ തുടങ്ങിയത് ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് അവൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തപ്പോൾ ചെറിയൊരു പൊള്ളലേറ്റു. തന്റെ വിരലുകൾ തീജ്വാല ഏറ്റു പൊള്ളിയപ്പോഴാണ് അവൾ ഒച്ച വെച്ചത്. ബൈക്ക് കഴുകിക്കൊണ്ടിരുന്ന രാഹുൽ വേഗം ഓടിയെത്തി. പക്ഷെ അവൻ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ മുഖം വിവരണമായിരിക്കുന്നു. എന്തോ തന്നിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൈകൾ പിന്നോട്ട് മറച്ചു വെക്കുന്നുണ്ട്. അവൻ ചോദിച്ചു, എന്താ, എന്തു പറ്റി? എന്തിനാ ഒച്ച വെച്ച്? ഒന്നുമില്ല എന്ന് പറഞ്ഞോട് അവൾ തന്റെ കൈ മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ശ്രദ്ധിച്ചു. കൈക്കെന്താ പറ്റി നോട്ടെ? അവൻ ബലമായി അവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് എടുത്തു നോക്കി. ഈശ്വര, വിരലുകളുടെ പുറമ്പാക്ക് പൊള്ളിയിരിക്കുന്നല്ലോ. ചോന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ മരുന്നുകൊണ്ട് വരാം. വേഗം അവൻ തന്റെ ബെഡ്റൂമിന്റെ മേശയിൽ നിന്നും പൊള്ളലിനുള്ള ഓയിൻമെന്റ് എടുത്തുകൊണ്ട് വന്നു. വേണ്ട രാഹുൽ സർ, ഒന്നുമില്ല, അതവിടെ കരിഞ്ഞു പോയിക്കോളും. വേണ്ട, ഞാൻ മരുന്ന് പുരട്ടി തരാം. അവനവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കൈവിരലുകളിൽ സ്നേഹത്തോടെ മരുന്ന് പുരട്ടി കൊടുത്തോടെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു അനുരാഗം പൂത്തു തുടങ്ങി. തന്റെ ജീവൻ ട്രെഡ്മില്ലിൽ അമിത വേഗതയിൽ നിന്നും പിന്നീട് ഉരുണ്ടെത്തുന്ന കാറിന്റെ ടയറുകൾക്കിടയിൽ നിന്ന് രക്ഷിച്ച പെൺകുട്ടി അവനിലൊരു രക്ഷക പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. പ്രഭാതത്തിന്റെ ശാന്തതയിൽ സതീദേവി ആശങ്കയോടെ കല്യാണ ബ്രോക്കർ രാഘവന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചപ്പോൾ അവൻ പല ഒഴിവുകളും പറയുമെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിരുന്നു. എത്ര നാളോട് പറയുന്നുണ്ട് തന്റെ മകനൊരു പെണ്ണിനെ സെറ്റാക്കി തരാൻ. അവനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഹലോ, സതീദേവി മേഡം അല്ലേ? എന്താ മേഡം? ഏടോ രാഘവ, എത്ര പ്രാവശ്യം ഞാൻ പറയുന്നത് നല്ല നല്ല പെൺകുട്ടികളെ കാണിക്കാൻ. നിങ്ങൾ കൊണ്ടുവന്നൊന്നും സെറ്റാവുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് ശരിയാക്കാൻ സുധാകരേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങേർക്ക് നാട്ടിൽ വരണ്ടേ? രാവിലെ തന്നെ മേഡം ചൂടിലാണല്ലോ, ബ്രോക്കർ തുടർന്ന് പറഞ്ഞു.
ശരി ശരി മാഡം, ഇന്നലെ പുതിയ കുറച്ച് പെൺകുട്ടികൾ കൂടി വന്നിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. നാളെ ഫോട്ടോ ആയിട്ട് എത്താം. പിറ്റേ ദിവസം ബ്രോക്കർ ഒന്ന് ഫോട്ടോകൾ കാണിച്ചു. പക്ഷെ രാവിലെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും വേണ്ടെന്നും തന്റെ ഇഷ്ടത്തിനും ചേരുന്ന പെണ്ണിന്റെ സ്വഭാവഗതികളിൽ രൂപം ഞാൻ വർണ്ണിക്കാമെന്നും പറഞ്ഞ് ബ്രോക്കറോട് ആ മനസ്സിൽ കാണുന്ന പെണ്ണിനെ കുറിച്ച് കുറെ വർണ്ണനകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ബ്രോക്കറുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന് മഹാഭാരതം സീരിയലുകളാണ്. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ മതിയെന്നും പറഞ്ഞ് രാഹുൽ സൂത്രത്തിൽ അയാളെ തിരിച്ചയച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ഫോട്ടോസൊന്നും വേണ്ട. എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും അവളെ ഇഷ്ടമാണ്. ആ നിമിഷം സതീദേവി അത്ഭുതത്തോടെ ഉത്കണ്ഠയോടെയും ചോദിച്ചു, ആരാത്? എവിടുത്തെ പെൺകുട്ടിയാ? കൊള്ളാവോ? നമ്മുടെ കുടുംബത്തിന് ചേരുവാടാ? അമ്മ ദൂരെ എവിടെയും പോണ്ട, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്ത്, ഇവിടുത്തെ വേലക്കാരി കൊച്ചോ? എനിക്ക് എന്താടാ വട്ടായോ? അമ്മയും ലക്ഷ്മി വെറും വേലക്കാരിയല്ല, അവൾ CA പഠിക്കുന്നുണ്ട്. അവൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അവൾ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് മനസ്സിലായത്. അവളെന്റെ രൂപത്തിന് ചേരും, സുന്ദരിയുവാ. സതീദേവി അമ്പരപ്പോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു, വെറും വേലക്കാരിയാണോ നീ കെട്ടുന്നത്? നിനക്കെന്താ ഞാൻ ചോദിച്ചു പറഞ്ഞത് ശരിക്കും വട്ടുണ്ടോ? അവളോ മാത്രമേ കണ്ടുള്ളൂ നീ? വേറെ ആരും കിട്ടിയില്ല നിനക്ക്? അപ്പോൾ രാഹുൽ ശാന്തമായി പറഞ്ഞു, അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, ആള് വേലക്കാരിയല്ല, ആള് CA പഠിക്കുകയാണ്. ആൾ കൂടെ എന്നെ ജോലി കിട്ടും. ഇതിങ്ങനെ ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നല്ല. അത്രയും സാമർഥ്യവും ബുദ്ധിശക്തിയും പഠനശേഷിയുള്ള ഒരു കാൻഡിഡേറ്റും മാത്രമേ CA പഠിക്കാനും പാസ്സാകാനും പറ്റുകയുള്ളൂ. ആൾക്ക് കഴിവുണ്ട്. ഈ നാട്ടിൽ ജോലിയെടുത്താൽ പോലും ആളുടെ ഒരു ഒപ്പിന് 4 ലക്ഷം രൂപയാണ് വില. അപ്പോൾ വിദേശ രാജ്യങ്ങൾ എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അവളൊരു വേലക്കാരിയില്ലെന്ന് പറയാൻ കാരണമുണ്ട്. ഇന്ന് വരെ ഒരു വീട്ടിൽ അവൾ വീട്ടുവേലക്ക് അവളുടെ അമ്മ അവളെ നിർത്തിയിട്ടില്ല. ശംഗമിച്ച് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച് ശംഗമിച്ച് അവളുടെ മനസ്സിൽ മതിപ്പ് നിറച്ചുകൊണ്ട് നമ്മുടെ കൂടെ സാഹസിക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രം ആൾ വന്നെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സതീദേവി കുറെ നേരം ആലോചിച്ചു. ലക്ഷ്മിയുടെ പേരുമാറ്റവും അവളുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും അവളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അവൾ ഇവിടെ നന്നായി ജോലി ചെയ്യുകയും ഇവിടെയുള്ളവരുടെ സ്നേഹത്തോടെയും ആത്മാർത്ഥത്തോടെയും പെരുമാറുകയും ചെയ്യുന്നൊക്കെ ഒരു വേലക്കാരി എന്നതിലുപരിയാണ്. അവൾ സ്വന്തം വീട് പോലെ തന്നെയാണ് ഇവിടെ പെരുമാറുന്നത്. നല്ല സ്വഭാവമഹിമയുള്ള പെൺകുട്ടികളെ കിട്ടാൻ ആൺപിള്ളേരുടെ മാതാപിതാക്കന്മാർ പാടുപെടുന്ന കാലമാണ്, അത് മറക്കണ്ട. അവരുടെ മനസ്സ് അവരെ തന്നെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് മകന്റെ ആഗ്രഹത്തിന് അവർ എതിരെ നിന്നില്ല. ഇനി കൂടുതൽ പെണ്ണുങ്ങൾ നോക്കി സമയം കളയാനും പറ്റില്ല. കാരണം സുധാകരേട്ടന് ഗൾഫിൽ നിന്ന് വരണം. മകന്റെ കല്യാണത്തിന് ശേഷം ഇവനെയും ഭാര്യയും ഗൾഫിൽ കൊണ്ടുപോയിട്ട് അവരവിടെ ചെന്ന് ജോലി ചെയ്യണമല്ലോ. അതിനുശേഷം സുധാകരനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. സുധാകരൻ മകന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് കല്യാണത്തിന് സമ്മതം മൂളി. അദ്ദേഹം നാട്ടിലേക്ക് വരികയും വിവാഹം വളരെ ഗംഭീരമായി നടത്തി കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ ലക്ഷ്മിയുടെ എക്സാം കഴിഞ്ഞു. താമസിയാതെ റിസൾട്ട് വന്നു. അവൾ CA പാസ്സായി. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് ഗൾഫിലേക്ക് പോയി. ലക്ഷ്മിക്ക് അവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി, ഉയർന്ന ശമ്പളത്തിൽ. രാഹുലും ബിസിനസ്സിൽ അച്ഛനെ സഹായിച്ചു. അവിടുത്തെ ബിസിനസ് എല്ലാം മകൻ സ്വയം പഠിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞു, ലക്ഷ്മി രാഹുലും ഗൾഫിൽ കഴിയട്ടെ, നമുക്കിനി നാട്ടിൽ പോയി സമാധാന ജീവിതം നയിക്കാൻ സമയമായി, അല്ലേ സതി? സതീദേവിക്ക് അത് തന്നെയാണ് താല്പര്യം. അങ്ങനെ സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും സതീദേവിയും നാട്ടിലേക്ക് തിരിച്ചു. അവരെ സ്വീകരിക്കാൻ അവരുടെ വീട്ടിൽ സംഗമിച്ച് കാലിന്റെ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് അവരെ കാത്തു നിൽക്കുകയായിരുന്നു.